Hello everyone, it's me Janisha. Welcome back to our new class. And today we are going to learn a new topic. Actually, in the last class itself, I had mentioned which topic we are going to learn in the next class. So the topic is active and passive voice. I think when we learned the first chapter, I had mentioned ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് അതിൽ എക്സാമ്പിൾസ് എങ്ങനെ ഉണ്ടായിരുന്നു നമ്മളതൊന്ന് ചെറുതായിട്ട് നോക്കിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഫസ്റ്റ് ചാപ്റ്റർ ഒന്ന് എടുത്ത് നോക്കുക. അതിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടില്ല, എന്നാലും വാട്ട് ഈസ് ആക്റ്റീവ് ആൻഡ് വാട്ട് ഈസ് പാസീവ് എന്നവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നൗ ടുഡേയ്സ് ക്ലാസ് we will learn active and passive voice in detail. How to change an active sentence from active sentence to passive. What are the rules to be followed when changing an active sentence into passive. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോവുകയാണ്. സോ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ചെറിയ ഭാഗമായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. കുറച്ച് എക്സാമ്പിൾസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഓരോ ടെൻസിൽ നിന്നും എങ്ങനെ ചേഞ്ച് ചെയ്യും എന്നുള്ള കാര്യമൊന്നും കൊടുത്തിട്ടില്ല ടെക്സ്റ്റിൽ. സോ അതുകൊണ്ട് ഞാനിവിടെ അത് ഡീറ്റെയിൽ ആയിട്ട് ഓരോ ടെൻസും എങ്ങനെ, ഓരോ ടെൻസിലും തന്നിരിക്കുന്ന കാര്യങ്ങൾ ചേഞ്ച് ചെയ്യുമ്പോൾ എന്തെല്ലാം മാറ്റങ്ങളാണ് വരുന്നത് എന്നുള്ളത് വിത്ത് എക്സാമ്പിൾസ് ഐ ഹാവ് ഗിവൺ ഹിയർ എ ടേബിൾ. ഓക്കെ, ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ടെൻസ് ഇസ് മെൻഷൻഡ് ആൻഡ് sentences in active voice given, and its passive voice is also given. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആക്റ്റീവും പാസീവും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. ആക്റ്റീവ് വോയിസ് ആൻഡ് പാസീവ് വോയിസ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഈ ടേബിളിൽ ഫസ്റ്റ് കൊടുത്ത സെൻറ്റൻസ് റൈറ്റ്സ് എ ലെറ്റർ എന്നുള്ളതാണ്. ഞാൻ അത് വെച്ചിട്ട് തന്നെ എല്ലാ എക്സാമ്പിൾസും നോക്കാം. ഷീ റൈറ്റ്സ് എ ലെറ്റർ, ദാറ്റ് ഈസ് ദ ഫസ്റ്റ് സെൻറ്റൻസ് ഗിവൺ ഹിയർ. ഓക്കെ, ഷീ writes she writes a letter. Sentence given here, it is she writes a letter, and we already know the subject, the pattern of a sentence in English, the structure of a sentence in English. നേരത്തെ നമ്മളത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഷീ എന്ന് പറയുന്നത് it is in the place of subject, she. Then writes, she writes, that is verb here. Okay, verb 1 write, റൈറ്റിൻ്റെ കൂടെ എസ് ഫോം നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. കാരണം ഷീ എന്ന് പറയുന്നത് ഇവിടെ സിംഗുലർ ആണ്. സോ subject, if the subject is singular, we have to use the verb, singular verb too. Then a letter, that is object. Okay, so subject, verb, object, this is the pattern of a സെൻറ്റൻസ് ഇൻ ഇംഗ്ലീഷിലെ സാധാ സെൻറ്റൻസിൻ്റെ ഒരു പാറ്റേൺ ആണ്. ഈ പാറ്റേണിൽ തന്നെയാണ് നമ്മൾ ആക്റ്റീവ് വോയിസും പറയുന്നത്. ഓക്കെ, ആക്റ്റീവ് വോയിസിലെ സെൻറ്റൻസിൻ്റെ പാറ്റേണും സബ്ജക്റ്റ്, വേർബ്, ഒബ്ജക്റ്റ് ആണ്. Yeah, that means active voice means a sentence that begins with the subject. That means an action doing the subject. Subject ആണ് അവിടെ എന്ത് ചെയ്യുന്നത്, ആക്ഷൻ ചെയ്യുന്നത്. ഓക്കെ, അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതും സബ്ജക്റ്റിനാണ്. ആക്റ്റീവ് വോയിസിൽ ആക്റ്റീവ് വോയിസിൽ നമ്മളൊരു സെൻറ്റൻസ് എഴുതുമ്പോൾ in that sentence the emphasis or the importance is given to the subject, and the subject is doing the action, and the sentence follows the pattern subject, verb, object. Okay, importance is given to the subject and the sentence begins with subject.
അതാണ് ആക്റ്റീവ് വോയിസ്. നോർമലി നമ്മൾ കാഷ്വൽ ടോക്കിലൊക്കെ നമ്മൾ ഫോളോ ചെയ്യുന്നത് ആക്റ്റീവ് വോയിസ് ആണ്, നമ്മൾ യൂസ് ചെയ്യുന്നത് ആക്റ്റീവ് വോയിസ് ആണ്. റെയർ കേസുകളിൽ മാത്രം ചില കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ചില സ്റ്റോറീസ്, നോവൽസ്, ഇങ്ങനെയൊക്കെ ഈ ചില റെയർ കേസുകളിൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, പാസീവ് വോയിസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഷീ റൈറ്റ്സ് എ ലെറ്റർ ആൻഡ് ദിസ് സെൻറ്റൻസ് ഇസ് ഇൻ സിമ്പിൾ പ്രസൻറ്റ്. ഷീ റൈറ്റ്സ് എ ലെറ്റർ എന്ന് പറയുന്നത് ഷീ റൈറ്റ്സ് എ ലെറ്റർ ഈസ് ഇൻ സിമ്പിൾ പ്രസൻറ്റ്. സിമ്പിൾ പ്രസൻറ്റിലാണ് ഇത് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ടെൻസുകൾ ഞാൻ നേരത്തെ പറഞ്ഞു, ടെൻസ് അറിയാതെ നമുക്കിത് പഠിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ടെൻസ് നന്നായിട്ട് നമുക്ക് ഓരോ സെൻറ്റൻസ് എഴുതുമ്പോഴും യു മസ്റ്റ് ബി ഏബിൾ ടു ഐഡൻറ്റിഫൈ in which tense the given sentence is. Okay, so here subject, verb, object and rights s or es ഫോം നമ്മൾ യൂസ് ചെയ്യുന്നത് സിമ്പിൾ പ്രസൻറ്റിൽ മാത്രമാണ്. ഇനി സെൻറ്റൻസ് ഇത് ആക്റ്റീവ് വോയിസിലാണ് ഇത് കൊടുത്തിട്ടുള്ളത്, ആക്റ്റീവ് വോയിസ് ആണ്. ഇനി ദ സെയിം സെൻറ്റൻസ് നമ്മൾ പാസീവ് വോയിസിലോട്ട് മാറ്റുമ്പോൾ ചേഞ്ച്. ഇത് സബ്ജക്റ്റ് ആണ്, ഇത് വേർബാണ്, എ ലെറ്റർ എന്നുള്ളത് ഇവിടെ ഒബ്ജക്റ്റ് ആണ്. ഓക്കെ, ആൻഡ് വെൻ വി ചേഞ്ച് സെൻറ്റൻസ് ഫ്രം ആക്റ്റീവ് വോയിസ് ടു പാസീവ് വോയിസ്, what happens first? The subject, the place of the subject is taken by object. Object takes the place of subject. അതായത് ഒബ്ജക്റ്റ് എന്ത് ചെയ്യും, സബ്ജക്റ്റിൻ്റെ സ്ഥാനത്തേക്ക് ഒബ്ജക്റ്റ് മാറും. അതായത് ഈ സെൻറ്റൻസിൽ ദ ഒബ്ജക്റ്റ് ഇസ് എ ലെറ്റർ. ഓക്കെ, ആ എ ലെറ്റർ എന്നുള്ളത് നമ്മൾ സബ്ജക്റ്റിൻ്റെ പ്ലേസിലേക്ക് വരും, എ ലെറ്റർ. ഓക്കെ, അപ്പോൾ ഒബ്ജക്റ്റ് സബ്ജക്റ്റിൻ്റെ അവിടേക്ക് വന്നു. ഇനി ഇത് റൈറ്റ്സ് സിമ്പിൾ പ്രസൻറ്റിലാണ് ഈ സെൻറ്റൻസ്. അപ്പോൾ വേർബ് 1 ആണെങ്കിൽ, അതായത് വേർബ് 1 റൈറ്റ് എന്നുള്ളത് വേർബ് 1 ആണ്, അതിൻ്റെ കൂടെ ES ഫോം ആഡ് ചെയ്തു, കാരണം അത് സബ്ജക്റ്റ് ഹിയർ ഇറ്റ് സിംഗുലർ. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചേർക്കണം, ഓക്സിലറി സിമ്പിൾ പ്രസൻറ്റിലുള്ള ഒരു സെൻറ്റൻസിനെ പാസീവിലോട്ട് മാറ്റുമ്പോൾ നമ്മൾ പ്രസൻറ്റ് ടെൻസിൽ ഉപയോഗിക്കുന്ന ഓക്സിലറീസ് നമ്മൾ യൂസ് ചെയ്യണം. ഈസോ, ആമോ, ആറോ നമ്മൾ യൂസ് ചെയ്യണം. അത് എന്തിനനുസരിച്ചിരിക്കും, തന്നിരിക്കുന്ന സബ്ജക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ എ ലെറ്റർ എന്ന് പറയുന്നത് ഇറ്റ്സ് സിംഗുലർ വൺ ആണ്, ലെറ്റർ ഇവിടെ സിംഗുലർ ആണ്. അതുകൊണ്ട് നമുക്ക് ഏത് ഓക്സിലറി വേർബ് യൂസ് ചെയ്യണം, എ ലെറ്റർ ഈസ്, എ ലെറ്റർ ഈസ്. ഓക്കെ, ഇനി keep in mind that in passive voice we use only V3 form of the verb. Third form of the verb, we use only third form of the verb. That means write, wrote, written. Third form is written. A letter is written, written, written. ഇനി നമ്മളിതിൽ അഡീഷണലി ചേർക്കുന്നത് ഒരു വേർഡാണ്, പാസീവ് വോയിസിൽ നമ്മൾ എക്സ്ട്രാ ചേർക്കുന്ന ഒരു വേർഡാണ് വാട്ട്, ബൈ. ബൈ, ഷീ എന്നുള്ള വേർഡ് എന്തായിട്ട് മാറും, അവിടെ ഷീ എന്നുള്ള സബ്ജക്റ്റ് അവിടെ ഹെർ ആയിട്ട് ചേഞ്ച് ചെയ്യും. ഷീ ചേഞ്ചസ് ടു ഹെർ. അപ്പോൾ മീനിങ് ഒന്ന് പറഞ്ഞുതരാം. ഷീ റൈറ്റ്സ് എ ലെറ്റർ എന്ന് പറയുമ്പോൾ അവൾ ഒരു കത്ത് എഴുതുന്നു. ഇനി അത് പാസീവ് വോയിസിൽ പറയുമ്പോൾ പറഞ്ഞു സെൻറ്റൻസ് ഒബ്ജക്റ്റ് സബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് എന്ത് വന്നു, ഒബ്ജക്റ്റ് വന്നു. സിമ്പിൾ പ്രസൻറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ ഈസ് ഉപയോഗിച്ചു. ഈസ് ഉപയോഗിക്കാൻ കാരണം ലെറ്റർ എന്ന് പറയുന്നത് സിംഗുലർ ആണ്, അതുകൊണ്ട് അവിടെ ഈസ് ഉപയോഗിച്ചു. അതേസമയത്ത് ലെറ്റേഴ്സ് എന്നായിരുന്നെങ്കിൽ നമ്മൾ ആർ ഉപയോഗിച്ചേനെ, അപ്പോൾ ഈസ് ഉപയോഗിച്ചു. ദെൻ and we use the third form of the verb, write, wrote, written is written, and in passive voice we have to add an additional by. But as per the what present grammar rule, there is no need to write by. So it is traditional ഗ്രാമറിലാണ് ഈ ബൈ നമ്മൾ ചേർക്കുന്നത്. ബൈ ഇല്ലാതെ നമുക്ക് എഴുതാം, റിട്ടേൺ ഹർ എന്ന് എഴുതിയാലും ബൈ ഇസ് ഇംപ്ലൈഡ് ദയർ.
ഓക്കെ, that meaning is not wrong. We can write without by also. പക്ഷെ നമുക്ക് ബൈ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ഈസി അണ്ടർസ്റ്റാൻഡിങ്. ഓക്കെ, ബൈ ഹർ എ ലെറ്റർ ഈസ് റിട്ടൺ ബൈ ഹർ. കത്ത് അവളാൽ എഴുതപ്പെട്ടു. സോ ആക്ടിങ്, ഇറ്റ്സ് ബീങ് ആക്റ്റഡ് അപ്പോൺ. Okay, in active sentence, subject is doing the action, subject is acting the role. But in passive voice, അത് എന്ത് ചെയ്യാണ്? ആ verb is being acted upon, subject is being acted upon the verb. വേർബിൻ്റെ അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഒബ്ജക്റ്റിനാണ്. ആക്റ്റീവ് വോയിസിൽ നമ്മൾ ചെയ്യുമ്പോൾ പ്രാധാന്യം കൊടുക്കുന്നത് സബ്ജക്റ്റിനാണെങ്കിൽ പാസീവ് വോയിസിൽ ഫോക്കസ് ഈസ് ഗിവൺ ടു ദി ഒബ്ജക്റ്റ്. ഓക്കെ, അതുകൊണ്ടാണ് ഒബ്ജക്റ്റിൻ്റെ സ്ഥാനം അങ്ങോട്ട് മാറിയത്. എ ലെറ്റർ ഈസ് റിട്ടൺ ബൈ ഹർ. കത്ത് അവളാൽ എഴുതപ്പെട്ടു. ബീങ് ആക്റ്റഡ് അപ്പോൺ, അങ്ങനെ പ്രവർത്തിക്കപ്പെട്ടു എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ പറയുന്നത്. ഇത് സിമ്പിൾ പ്രസൻറ്റിലുള്ള ടെൻസ് ഇതിലേക്ക് മാറ്റുമ്പോൾ, പാസീവിലേക്ക് മാറ്റുമ്പോഴുള്ള ചേഞ്ചാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി സെയിം എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ, സെയിം സെൻറ്റൻസ് തന്നെ വെച്ചിട്ട് ബാക്കിയുള്ള ടെൻസിൽ വരുന്ന മാറ്റം പറയാം. നെക്സ്റ്റ്, പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഷീ ഈസ് റൈറ്റിംഗ്. ഷീ റൈറ്റ്സ് എ ലെറ്റർ. when we change she writes a letter into പാസീവിലേക്ക് മാറ്റുമ്പോൾ എ ലെറ്റർ ഈസ് റിട്ടൺ ബൈ ഹർ എന്നാവും. ഇനി ഈ ഷീ റൈറ്റ്സ് എ ലെറ്റർ എന്നുള്ള സെൻറ്റൻസ് പ്രസൻറ്റ് കണ്ടിന്യൂസിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ എങ്ങനെ വരും? ഷീ ഈസ് റൈറ്റിംഗ്. ഷീ ഈസ് റൈറ്റിംഗ് എ ലെറ്റർ. ഷീ ഈസ് റൈറ്റിംഗ് എ ലെറ്റർ. ഓക്കെ, അവളൊരു കത്ത് എഴുതിക്കൊണ്ടിരിക്കുന്നു. ഇനി ഇത് നമ്മൾ മാറ്റുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫസ്റ്റ് ഇത് വരും, ഒബ്ജക്റ്റ് വരും, എ ലെറ്റർ. ഇനി ഈസ് ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഈ ലെറ്റർ എന്നുള്ളത് സിംഗുലർ ആണോ? ലെറ്റർ ഈസ് സിംഗുലർ, സോ നോ നീഡ് ടു ചേഞ്ച് ദ ഓക്സിലറി വെർബ് ഗിവൺ ഹിയർ. അപ്പോൾ ഈസ് എന്ന് തന്നെ നമുക്ക് എടുക്കാം. എ ലെറ്റർ ഈസ്. ഇനി നമ്മൾ ING ഫോമാണ്, കണ്ടിന്യൂസ് ടെൻസ് ആയതുകൊണ്ട് അവിടെ നമ്മൾ എന്തും കൂടെ അഡീഷണലി ആഡ് ചെയ്യണം. ING ഫോം ആയതുകൊണ്ട് വി ഹാവ് ടു യൂസ് ബീയിങ്. ഈസ് ബീയിങ് റിട്ടൺ, ബീയിങ് റിട്ടൺ ബൈ ഹെർ. ബാക്കിയുള്ളത് പോലെ തന്നെ. അപ്പോൾ ഒരു ചേഞ്ച് മാത്രമേ വരുന്നുള്ളൂ. ഈസ് ബീയിങ് V3. ഇനി ഇവിടെ ലെറ്റേഴ്സ് എന്നായിരുന്നെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്തേനെ? ആറാണ് യൂസ് ചെയ്തേനെ. അപ്പോൾ നമ്മൾ ഒബ്ജക്റ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ ആ ചേഞ്ച് ചെയ്യുന്ന ഒബ്ജക്റ്റ് വി മസ്റ്റ് ചെക്ക് ഇഫ് ദറ്റ് ഒബ്ജക്റ്റ് ഈസ് സിംഗുലർ ഓർ പ്ലൂറൽ. ഇഫ് ദ ഒബ്ജക്റ്റ് ഈസ് പ്ലൂറൽ we should use the plural auxiliary verb. ഓക്കെ, അല്ലാത്ത പക്ഷം നമുക്ക് സിംഗുലർ തന്നെയാണെങ്കിൽ നമുക്ക് സിംഗുലറായിട്ട് തന്നെ അത് യൂസ് ചെയ്യാം. ഇതാണ് ഏത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിലുള്ള ഒരു സെൻറ്റൻസ് പാസീവിലേക്ക് മാറ്റുമ്പോൾ വരുന്ന ചേഞ്ച്. ബീയിങ് റിട്ടൺ കൂടെ അവിടെ ആഡ് ചെയ്യണം. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. ദെൻ നെക്സ്റ്റ് വൺ we have total 12 ടെൻസ് ഫോം. നമുക്കറിയാം 12 ടെൻസ് ഫോം ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഈ 12 ടെൻസിലുള്ള സെൻറ്റൻസിനെയും നമുക്ക് എന്തിലേക്ക് മാറ്റാൻ കഴിയില്ല? പാസീവ് വോയിസിലേക്ക് മാറ്റാൻ പറ്റില്ല. അപ്പം ഏതൊക്കെയാണ് നമുക്ക് പാസീവിലേക്ക് മാറ്റാൻ പറ്റുന്ന ടെൻസ് എന്ന് നോക്കാം. ഒന്ന് പ്രസൻറ്റ് സിമ്പിൾ, സിമ്പിൾ പ്രസൻറ്റ്, പ്രസൻറ്റ് കണ്ടിന്യൂസ്, ദെൻ പ്രസൻറ്റ് പെർഫെക്റ്റ്. അതുപോലെ സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ്, ദെൻ ഫ്യൂച്ചർ സിമ്പിൾ, ഫ്യൂച്ചർ പെർഫെക്റ്റ്. അപ്പോൾ എമംഗ് ദി 12 tense form we have passive form only for 8 tense. Only 8 tense forms have got passive form. നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് പറഞ്ഞു, പ്രസൻറ്റ് പ്രോഗ്രസീവ് ടെൻസും പറഞ്ഞു. ഇനി നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റിൽ വരുമ്പോൾ, ഞാൻ സെയിം എക്സാമ്പിൾ വെച്ചിട്ട് തന്നെയാണ് പറയുന്നത്. പ്രസൻറ്റ് പെർഫെക്റ്റിൽ വരുമ്പോൾ ഷീ റൈറ്റ്സ് എ ലെറ്റർ എന്നുള്ളത് എങ്ങനെയായിട്ട് മാറും? ഷീ ഹാസ് റിട്ടൺ എ
ഷീ ഹാസ് റിട്ടൺ എ ലെറ്റർ. ഇതാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്. ഇനി പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് പാസീവ് വോയിസിൽ മാറ്റുമ്പോൾ ഇത് വീണ്ടും വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഒബ്ജക്റ്റ് സബ്ജക്റ്റിൻ്റെ സ്ഥാനത്തേക്ക് നമ്മളെടുത്ത് മാറ്റും. സോ എ ലെറ്റർ ബിഗിൻസ് വിത്ത് എ ലെറ്റർ. പിന്നെ ഓൾറെഡി ഓക്സിലറി നമുക്ക് ഹാസ് ഇവിടെ തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യേണ്ട, ഓക്സിലറി അവിടെ തന്നതുകൊണ്ട് വേറെ ഓക്സിലറി നമുക്ക് ചൂസ് ചെയ്യേണ്ട. ആ ഹാസ് തന്നെ അവിടെ കൊടുത്തു. അഡീഷണൽ എന്തും കൂടെ ചേർക്കണം, ഹാസ് ബീൻ. അഡീഷണലായിട്ട് നമ്മൾ ചേർക്കേണ്ട ഒരൊറ്റ കാര്യമുള്ളൂ, ബീൻ. ഹാസ് ബീൻ റിട്ടൺ ബൈ her. This is the form. Okay. She has written a letter. This sentence is in present perfect form, and when we change it into passive form, the sentence is like a letter has been, has the same auxiliary verb replaced here, and an additional been is also added, and V3. And keep in mind that in passive voice we use only verb 3, V3 form of the verb. No other verb forms are used, written by her. Okay. Then, so we finished the present form of passive voice. So only 3, we have 4 tense, but only 3 present tenses have got what? Passive form. Simple present, present continuous, and present perfect. And now we are moving on to the another one, simple past. സിമ്പിൾ പാസ്റ്റിൽ വരുമ്പോൾ ഉള്ള മാറ്റം, ഇപ്പോൾ ഷീ റൈറ്റ്സ് എ ലെറ്റർ എന്നുള്ളത് എങ്ങോട്ട് മാറും? ഷീ റോട്ട് എ ലെറ്റർ. ഓക്കെ, ഷീ റോട്ട് എ ലെറ്റർ. ഇനി എ ലെറ്റർ സിമ്പിൾ പ്രസൻറ്റ് നമ്മൾ മാറ്റിയപ്പോൾ അവിടെ നമ്മൾ ഉപയോഗിച്ച ഓക്സിലറി ഈസ് എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ സിമ്പിൾ പാസ്റ്റ്, വി ആർ ചേഞ്ചിങ് സിമ്പിൾ പാസ്റ്റ് ടു പാസീവ് വോയിസ്. സോ ഹിയർ ഓൾസോ വി ഹാവ് ടു യൂസ് എ ഓക്സിലറി വേർബ്. സോ റോട്ട്, V2 ആണ്, V2 verb 2, റോട്ട്. സോ വി ഹാവ് ടു യൂസ് എ ലെറ്റർ. എ ലെറ്റർ ഈസ് സബ്ജക്റ്റ്. ലെറ്റേഴ്സ് ആണെങ്കിൽ അവിടെ വാസിന് പകരം വേറെ യൂസ് ചെയ്യേണ്ടി വന്നേനെ. എ ലെറ്റർ വാസ് again written by her. A letter was written by her. Okay, ഇതാണ് സിമ്പിൾ പാസ്റ്റിലുള്ള സെൻറ്റൻസ് ചേഞ്ച് ചെയ്യുമ്പോൾ വരുന്നത്. വാസ് ഓർ വെയർ പ്ലസ് V3, വാസ് ഓർ വെയർ പ്ലസ് V3. ഓക്കെ, ഇപ്പോൾ ഇതെല്ലാം പറയുന്ന സമയത്ത് നിങ്ങൾ പോയിൻ്റ് ഔട്ട് എഴുതുക. ഓരോ പോയിൻറ്റും സ്ട്രക്ചർ അതിനനുസരിച്ചിട്ട് എഴുതുക. വാസ് പ്ലസ് V3 എന്നുള്ളത് നിങ്ങൾക്ക് ഏത് രീതിയിലാണോ മനസ്സിലാകുന്നത്. ഇപ്പം ഞാനൊരു നോട്ട് ഇതുപോലെ തന്നതിനേക്കാളും ബെറ്റർ ആയിരിക്കും ഈ പറയുന്ന സമയത്ത് നിങ്ങളുടെ രീതിയിൽ നോട്ട് എഴുതി പ്രിപ്പയർ ആക്കുകയാണെങ്കിൽ വെൻ യു റീഡ് നെക്സ്റ്റ് ടൈം, so you can recollect the point. Okay, written by her, simple past. Then we are changing past continuous. She was, sorry, yes, she was writing a letter. That is the sentence. Okay, present continuous tense. Present continuous tense, like first ഒബ്ജക്റ്റ് മാറ്റുന്നു, ഒബ്ജക്റ്റ് സബ്ജക്റ്റിൻ്റെ സ്ഥാനത്തേക്ക് വരുന്നു, ഓക്സിലറി വെർബ് ഇവിടെ കൊടുത്തിട്ടുണ്ട് വാസ്, പിന്നെ ING ഫോമാണ്, അതുകൊണ്ട് അഡീഷണലി നമ്മൾ എന്തോട് ചേർത്തു? വാസ് ബീയിങ്, അഡീഷണലി ബീയിങ് ചേർത്തു. പിന്നെ റൈറ്റ് ഇൻ തേർഡ് ഫോം written by her, was being written by
her. Okay. അപ്പോൾ സബ്ജക്റ്റ് ഒബ്ജക്റ്റും തമ്മിൽ പ്ലേസ് ചേഞ്ച് ചെയ്തു. ഓക്സിലറി വേർബ് സെൻറ്റൻസിൽ വാസ് ആയിരുന്നു, കാരണം അവിടെ ഒബ്ജക്റ്റ് സിംഗുലർ ആണ്, അതുകൊണ്ട് വാസ് ഉപയോഗിച്ചു. ദെൻ the sentence is in continuous form, so an additional being is added. Then after that V3. Okay. A letter was being written by her. Okay. Then next one, past perfect. Okay, past perfect. She had written a letter. So the sentence changes. A letter. Present perfect ചെയ്തത് ഓർക്കുന്നുണ്ടല്ലോ. ഹാസ് എന്നുള്ള ഓക്സിലറി വെർബ് എടുത്ത് അതിൻ്റെ കൂടെ അഡീഷണലി ബീൻ ചേർത്തു. അതുപോലെ തന്നെയാണ് ഇവിടെ. എ ലെറ്റർ ഹാഡ് ബീൻ ചേർത്തു. ദെൻ V3 had been written by her. Okay. Then so subject, then had plus been plus verb 3 plus subject. So two forms are finished: present, past. First simple present, present continuous, then present perfect, simple past, past continuous, past perfect. And in future, she will write a letter. Simple future. She will write a letter. It is in simple future. Then how will write it? A letter will അതുപോലെ തന്നെ റീപ്ലേസ് ചെയ്യുന്നു. അതിൻ്റെ കൂടെ നമ്മൾ അഡീഷണലി എന്തോടെ ചേർക്കുന്നു? വിൽ ബി. എ ലെറ്റർ വിൽ ബി, ദെൻ V3 written. എ ലെറ്റർ വിൽ ബി written by her. അഡീഷണൽ ആയിട്ട് എ ലെറ്റർ will be written by her. Letter will be written by her. Simple future. Will എന്നുള്ള auxiliary verb, we replace the auxiliary verb will, then an additional be is added. The next one, ഇനി ഫ്യൂച്ചർ കണ്ടിന്യൂസിന് പാസീവ് ഫോം ഇല്ല. നെക്സ്റ്റ് ഫ്യൂച്ചർ പെർഫെക്റ്റിനാണ്. നമ്മൾ സെൻറ്റൻസ് എങ്ങനെ എഴുതും? ഷീ വിൽ have written. She will have written a letter. She will have written a letter. Okay. Then how to change it? Like other sentences, a letter auxiliary അവിടെ ഉള്ളത് അതുപോലെ തന്നെ എടുത്തെഴുതുക. will have ഒക്കെ അതുപോലെ തന്നെ അഡീഷണലി എന്ത് മാത്രം അവിടെ ചേർക്കുന്നു? will have been. അഡീഷണലി ഒരു ബീൻ കൂടെ ചേർത്തു. will have been written by her. ഓക്കെ, ഇതാണ് ആക്റ്റീവ് വോയിസ് ആൻഡ് പാസീവ് വോയിസിൽ ടെൻസിൽ വരുന്ന ചേഞ്ചസ്. സിമ്പിൾ പ്രസൻറ്റ്, പ്രസൻറ്റ് കണ്ടിന്യൂസ് എല്ലാം നമ്മൾ പറഞ്ഞു പോയി. ഇനി തന്നിരിക്കുന്ന ടേബിളിൽ ലെറ്റ്സ് ഹാവ് എ ലുക്ക് അറ്റ് ദി എക്സാമ്പിൾ ഗിവൺ ഇൻ ദി ടേബിൾ. ഓക്കെ, then first one, she writes a letter. So a letter object മാറി. A letter is written by her. ഇനി കൂടുതൽ അത് പറയുന്നില്ല. നെക്സ്റ്റ് വൺ, പ്രസൻറ്റ് കണ്ടിന്യൂസ്. they are eating oranges. ഇവിടെ they സബ്ജക്റ്റ്, are eating എന്നുള്ളത് വേർബ്, ഓറഞ്ചസ് ഒബ്ജക്റ്റ്. ഇത് നമ്മൾ റീപ്ലേസ് ചെയ്തു. സബ്ജക്റ്റിൻ്റെ പ്ലേസ് റീപ്ലേസ് ചെയ്തു.
ഓറഞ്ചസ് ഒബ്ജക്റ്റ്, ഓറഞ്ചസ് എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് ചേഞ്ച് ഇൻ ടു ദ പ്ലേസ് ഓഫ് എ സബ്ജക്റ്റ്. ദെൻ ആർ ഈറ്റിംഗ്, ആർ എന്ന ഓക്സിലറി വേർബ് ഉണ്ട്. ഇവിടെ ഓറഞ്ചസ് ആയതുകൊണ്ട് നമ്മളത് ആറ് തന്നെ യൂസ് ചെയ്യണം, സിംഗുലർ അല്ല, കാരണം ബിക്കോസ് ഓറഞ്ചസ് പ്ലൂരൽ, സോ വി ഹാവ് ടു യൂസ് പ്ലൂരൽ വേർബ്. ഓറഞ്ചസ് ആർ കണ്ടിന്യൂസ് ടെൻസ് ആണ്, പ്രോഗ്രസീവ് ടെൻസ് ആയതുകൊണ്ട് ഒരു ബീയിങ് കൂടെ ചേർത്തു. ആർ ബീയിങ് ഈറ്റൺ, ദെൻ ഈറ്റ് തേർഡ് ഫോം ഈറ്റൺ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, present perfect tense. Has she completed the work? So here we have been given a question. Has she completed the work? അത് നമ്മൾ പാസീവ് വോയിസിലേക്ക് ചേഞ്ച് ചെയ്തപ്പോൾ എന്ത് മാറ്റം വന്നു? ഹാസ് എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡ് അതുപോലെ തന്നെ, അവിടെ ക്വസ്റ്റ്യൻ വേർഡ് അല്ല, ഓക്സിലറി വേർബ് വി യൂസ് ഇൻ ദ സെയിം വേ, അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്തു. ആൻഡ് then has the work been completed by has പാസീവിലേക്ക് മാറ്റുമ്പോൾ അതിൻ്റെ കൂടെ എന്തും കൂടെ അഡീഷണലി ചേർക്കണം, ഒരു ബീൻ കൂടെ അഡീഷണലി നമ്മളത് ചേർക്കണം. ഓക്കെ, ഹാസ് ദ വർക്ക് ബീൻ കംപ്ലീറ്റഡ് ബൈ ഹർ. ദെൻ പാസ്റ്റ് സിമ്പിൾ, സിമ്പിൾ പാസ്റ്റിൽ വരുമ്പോൾ ഹീ ഡിഡ് നോട്ട് ബൈ എ book. He did not buy a book. Okay, so did not buy a book, subject ഏതാണ്? he ആണ്. ആൻഡ് ഡിഡിൻറ്റ് ബൈ എന്നുള്ളതാണ് അവിടെ ഏത് വരുന്നത്? വേർബ് വരുന്നത്. ഡിഡ് നോട്ട് ബൈ എ ബുക്ക്, ഒബ്ജക്റ്റ്. ഇനി ഒബ്ജക്റ്റിൻ്റെ സ്ഥാനം മാറി. സെൻറ്റൻസിൽ a book ആണ് ഒബ്ജക്റ്റ്. that object changes, takes the place of subject. So a book, a book. then simple past ആണ്. സിമ്പിൾ പാസ്റ്റിൽ നമ്മൾ രണ്ട് ഓക്സിലറി ആണ് ഉപയോഗിക്കുന്നത്. ഒന്നെങ്കിൽ വാസ് ആവും അല്ലെങ്കിൽ വെയർ ആകും, വാസ് ഓർ വെയർ. ബട്ട് ഹിയർ ഹാവ് ടു യൂസ് വാസ് ബിക്കോസ് a book, that is singular, a book. So we have to use was. Was not, sentence is negative, so when we change it we have to follow the same. Not, then v3, buy യുടെ v3, buy, bought, bought, buy, bought, bought. A book was not bought by, he ആണ് ഇവിടെ സബ്ജക്റ്റ്. he എന്തായിട്ട് മാറും? ഹിം ആയിട്ട് മാറും. അതായത് ബുക്ക് അവനാൽ വാങ്ങപ്പെട്ടു. അപ്പം അവനാൽ എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ അവനാൽ, അവളാൽ എന്നൊക്കെ പറയുമ്പോൾ ഷീ എന്നോ ഹീ എന്നോ ചേർക്കാൻ പറ്റില്ല. അവിടെ ഷീ ആണെന്നുണ്ടെങ്കിൽ പ്രനൗൺ അവിടെ ചേഞ്ച് ചെയ്യും. ഹെർ, ഹാവ് ടു യൂസ് ഹെർ. ആൻഡ് ഇഫ് ദ സബ്ജക്റ്റ് ഇസ്, ഇഫ് ദ പ്രനൗൺ ഇസ് ഹീ, ദെൻ വി ക്യാൻ യൂസ് വാട്ട്? ഹിം. ഓക്കെ, then next one, past continuous tense. She was washing a shirt. She was washing a shirt. ദെൻ ഇങ്ങോട്ട് മാറിയപ്പോൾ എന്തായി? ഒബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് ഏതാ? ഷർട്ടാണ്. അപ്പോൾ ഷർട്ട് ഇവിടെ റീപ്ലേസ് ചെയ്തു. എ ഷർട്ട്. was, the auxiliary verb was is already given here, so we replace the same thing to here, was. And washing, washing verb ing form, so we use being, being, then wash, washed, washed, v3 form of wash is washed, washed by. She is the subject here, which changes to her. A shirt was being washed by her. A shirt was being washed by her. Then past perfect. They had won the match. They had won the match. സോ അത് എങ്ങനെ വന്നു? ഒബ്ജക്റ്റ് ഇവിടെ ഏതാണ്? ദ മാച്ച്. ഇവിടെ നമ്മൾ തുടങ്ങിയത് ദ മാച്ച് വെച്ചിട്ട്, ദ മാച്ച്. ഹാഡ്, ഓക്സിലറി വേർബ് ഹാഡ് ആണ്. ഹാഡ് അതുപോലെ റീപ്ലേസ് ചെയ്തു. അപ്പോൾ അത് പാസീവിലേക്ക് മാറ്റുമ്പോൾ ഹാഡിൻ്റെ കൂടെ എന്തും കൂടെ ചേർക്കണം? ബീനും കൂടെ ചേർക്കണം. Then won, won is third form itself. Win, won, won, win, won, won. She had been won by them. They,
എന്നുള്ളത് them ആയിട്ട് മാറി. they എന്ന പ്രൊനൗണ് them ആയിട്ട് ചേഞ്ച് ചെയ്തു. ദെൻ സിമ്പിൾ ഫ്യൂച്ചർ ഷീ വിൽ റൈറ്റ് എ പോയം. അതെങ്ങനെയായിട്ട് മാറി? അഡീഷണൽ എന്ത് ചേർത്തു? ഒരു വിൽ ബി ചേർത്തു. എ പോയം വിൽ ബി റിട്ടൺ ബൈ ഹർ. പോയം വിൽ ബി റിട്ടൺ ബൈ ഹർ. ദെൻ ഫ്യൂച്ചർ പെർഫെക്റ്റ് ഹി വിൽ ഹാവ് റിസീവ്ഡ് ദ ലെറ്റർ. അപ്പോൾ അതിൻ്റെ കൂടെ എന്ത് ചേർത്തു? ദ ലെറ്റർ വിൽ ഹാവ് ബീൻ. കത്ത് അവരാൽ സ്വീകരിക്കപ്പെട്ടു എന്നാണ്. അപ്പോൾ ബീനും കൂടെ ചേർത്തു. വിൽ ഹാവ് ബീൻ റിസീവ്ഡ് ബൈ ഹി എന്താവുന്നു? ഹി അവിടെ ഹിം ആയിട്ട് മാറുന്നു. ഓക്കെ, ദിസ് ഈസ് ദ സെൻറ്റൻസ് ചേഞ്ച്. സെൻറ്റൻസിൽ വരുന്ന ചേഞ്ച്. അപ്പോൾ നിങ്ങൾ ഓരോ ടെൻസും എഴുതുക, ഓരോ ടെൻസിലെ സെൻറ്റൻസും എഴുതുക, അതിൻ്റെ സ്ട്രക്ചറും എഴുതുക. യു മേക്ക് എ കമ്പാരിസൺ ഓഫ് ബോത്ത് ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ്. ഓക്കെ, രണ്ടും ഓരോ ടെൻസിൻ്റെയും വെച്ചിട്ട് നോക്കുക. അപ്പോഴത് നമുക്ക് കമ്പാരിസൺ പെട്ടെന്ന് അത് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇതാണ് ടേബിൾ. Hope it is that much clear. Then here I have given the change in pronoun. Change in pronoun. So the pronoun I in active voice changes to me in passive voice. Active I, passive me ആയിട്ട് മാറും. ഞാൻ എന്നുള്ളത് എന്നെ എന്നാവും. ദെൻ വി, ഞങ്ങൾ എന്നുള്ളത് അസ്, ഞങ്ങളെ എന്നായിട്ട് മാറും. ബൈ അസ്, ബൈ മീ, എന്നാൽ ചെയ്യപ്പെട്ടു, അല്ലെങ്കിൽ ബൈ അസ്, ഞങ്ങളാൽ ചെയ്യപ്പെട്ടു. ദെൻ യു എന്ത് ചെയ്യും? യു തന്നെ. ബൈ യു, നിന്നാൽ ചെയ്യപ്പെട്ടു, നിന്നാൽ. ദെൻ ഹി, അവൻ, അതെന്താവും? ഹിം എന്നാവും. ഹി അവൻ, ഹിം അവനെ, അവനാൽ. ദെൻ ഷീ, ഷീ എന്താവും? ഹെർ, അവളെ, അവളെ എന്നാവും. ഷീ. ദെൻ ഇറ്റ്, സെയിം, ഇറ്റ്. ദെൻ ദേ ചേഞ്ച് ഇൻറ്റു അവർ എന്നുള്ളത് അവരെ എന്നാവണം. അപ്പോൾ ദേ ഇൻറ്റു ദം. ദിസ് ഇസ് ദി ചേഞ്ച്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് അതിൻ്റെ ടെൻസിലും വരുന്ന ചേഞ്ചസ്. പ്രൊനൗണിൽ നമ്മൾ വരുത്തുന്ന ചേഞ്ച് ഇത് രണ്ടുമാണ്. ടെൻസ് ഒന്നുകൂടെ തറായിരിക്കണം. ആൻഡ് നൗ ഐ എം മൂവിങ് ഓൺ ടു ദി പോർഷൻ given in your textbook, in your printed നോട്ടിൽ തന്നിരിക്കുന്ന ഭാഗത്തിലേക്ക് പോവുകയാണ്. 3.7 വോയിസ്. ഓക്കെ, വോയിസ് ഇസ് ദ ടേം യൂസ് ടു ഡിസ്ക്രൈബ് വെദർ എ വേർബ് ഇസ് ആക്റ്റീവ് ഓർ പാസീവ്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് ഇതിൽ മെൻഷൻ ചെയ്തത്, അതുകൊണ്ട് ഐ എം ജസ്റ്റ് റീഡിങ് ഇറ്റ്. ആക്റ്റീവാണോ പാസീവാണോ എന്ന് ഡിസ്ക്രൈബ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടേമാണ് വോയിസ്. അല്ലെങ്കിൽ ഇൻ അതർ വേർഡ്സ്, വെൻ the subject of the verb is doing the action of the verb. അതായത് വേർബിൻ്റെ ആക്ഷൻ അവിടെ സബ്ജക്റ്റ് ആണ് ചെയ്യുന്നതെങ്കിൽ the verb is said to be in active voice. അപ്പോൾ നമുക്ക് പറയാം ആ വേർബ് ആക്റ്റീവ് വോയിസിലാണ്. ഫോർ എക്സാമ്പിൾ, the dog bit the postman. dog bit the postman. a dog പോസ്റ്റ്മാനെ കടിച്ചു എന്നുള്ളത്. ഇനി അതിനെ the subject of the verb is being acted upon. അത് വേർബിൻ്റെ സബ്ജക്റ്റ് അവിടെ ആക്റ്റഡ് അപ്പോൺ, ആ സബ്ജക്റ്റാണ് അവിടെ ചെയ്യപ്പെടുന്ന പ്രവൃത്തി ചെയ്യപ്പെടുന്നതെങ്കിൽ എങ്ങനെ വരും? ദ ഒബ്ജക്റ്റ് ഇവിടെ മാറി. ഇവിടെ ദ ഡോഗ് സബ്ജക്റ്റാണ്, ബിറ്റ് വേർബാണ്, പോസ്റ്റ്മാൻ ഒബ്ജക്റ്റാണ്. ആൻഡ് വെൻ വി ചേഞ്ച് ഇറ്റ് ഇൻ ടു പാസീവ് ഫോം, ഒബ്ജക്റ്റ് ആയിട്ടുള്ള പോസ്റ്റ്മാന് takes the place of subject. So the postman and bit V1 ആണ്, verb 1. അതുകൊണ്ട് നോട്ട് verb 1, ബൈറ്റ് ബിറ്റ് verb 2 ആണ്, verb 2. അപ്പോൾ അവിടെ ഏത് ഓക്സിലറി ഉപയോഗിച്ചു? സിമ്പിൾ പാസ്റ്റ്. ദ സെൻറ്റൻസ് ഇസ് ഇൻ സിമ്പിൾ പാസ്റ്റ്. സോ ദ ഓക്സിലറി verb was is used. Then bit, bite, bitten. The postman was bitten by the dog. ഇവിടെ കൊടുത്തിട്ടുള്ള by the dog. അപ്പോഴാണ് ആ സെൻറ്റൻസ് കംപ്ലീറ്റ് ആവുന്നത്. സോ അപ്പോൾ ഈ സെൻറ്റൻസിൽ we can say that the verb is said to be in the passive voice. verb passive voiceലാണെന്ന് നമുക്ക് പറയാം. Then what is the active voice? Active എന്താണ്? If the subject is performing the action, subject ആണ് action perform ചെയ്യുന്നതെങ്കിൽ,
that is what active voice. Then the verb is said to be in active voice. അപ്പോൾ നമുക്ക് പറയാം ആ സെൻറ്റൻസിലെ വേർബ് എന്താണ്, ആക്റ്റീവ് വോയിസിലാണ് ആ വേർബ് എന്ന് നമുക്ക് പറയാം. ഫോർ എക്സാമ്പിൾ, ഹി എയ്റ്റ് ദ ഫുഡ്. ഹി എയ്റ്റ് ദ ഫുഡ്. ആ ഹി എയ്റ്റ് ദ ഫുഡ് നമുക്ക് പാസീവിലോട്ട് മാറ്റുമ്പോൾ വരുന്ന ചേഞ്ച് എന്താ? ഇവിടെ ഒബ്ജക്റ്റ് ഏതാണ്? ദ ഫുഡാണ്. അപ്പോൾ ദ ഫുഡ്. ദെൻ എയ്റ്റ് V2 ആണ്, വേർബ് ടു. അപ്പോൾ അതുകൊണ്ട് അവിടെ ഇത് ഉപയോഗിച്ചു ഓക്സിലറി വാസ്. ദെൻ ഈറ്റ് എയ്റ്റ് ഈറ്റൺ, ഹാവ് ടു യൂസ് V3. സോ ഈറ്റൺ വാസ് ഈറ്റൺ. ദെൻ ബൈ ചേർക്കാൻ മറക്കരുത്. ഹി എന്തായിട്ട് മാറി? ഹിം ആയിട്ട് മാറി. ദ ഡോഗ് വാസ് ബീറ്റൺ ബൈ ഹിം. ദ ഡോഗ് വാസ് ബീറ്റൺ ബൈ ഹിം. ഓക്കെ. So if the subject is having the action done to it, അതായത് ആ സബ്ജക്റ്റ് ആണ് ആ പ്രവൃത്തിയോട് അങ്ങനെ ചെയ്യുന്നതെങ്കിൽ then the verb is said to be in passive form. ഓക്കെ, അപ്പോൾ നമുക്ക് വേർബ്, അതായത് ഒബ്ജക്റ്റിനാണ് അവിടെ പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ നമുക്ക് പറയാം വേർബ് is said to be in passive voice എന്ന് നമുക്ക് പറയാം. ദെൻ വോയിസിനുള്ള എക്സാമ്പിൾസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഹിയർ ആർ some more example of verbs shown in bold in the active voice. Sam ate, the active voiceലുള്ളതാണ്. സെൻറ്റൻസ് ആക്റ്റീവ് വോയിസിലാണ്. സാം ate the mangoes. ഏതാണ്? സിമ്പിൾ പാസ്റ്റ് ആണ്. സാം ate the mangoes. ഇവിടെ സബ്ജക്റ്റ് ഏതാണ്? സാം ആണ്. വേർബ് ഏതാണ്? ate ആണ്. ദെൻ മാംഗോസ് എന്നുള്ളത് ഒബ്ജക്റ്റ് ആണ്. സാം ഈസ് ദ സബ്ജക്റ്റ് ഓഫ് ദ വേർബ്. ദ സബ്ജക്റ്റ് ഈസ് ഡൂയിങ് ദ ആക്ഷൻ ഓഫ് ദ വേർബ്. അപ്പോൾ ഇവിടെ ആക്ഷൻ ചെയ്യുന്നത് ആരാണ്? ആ വേർബിൻ്റെ ആക്ഷൻ ചെയ്യുന്നത് സബ്ജക്റ്റ് ആണ്. ദെൻ ദ നെക്സ്റ്റ് സെൻറ്റൻസ്, വി പ്ലേ ബാസ്കറ്റ്ബോൾ. വി പ്ലേ, അപ്പോൾ വി എന്നുള്ളത് അവിടെ സബ്ജക്റ്റ് ആണ് വേർബിൻ്റെ. ദെൻ സബ്ജക്റ്റ് ഈസ് ഡൂയിങ് ദ ആക്ഷൻ ഓഫ് ദി വേർബ്. അപ്പോൾ അതെങ്ങനെയായിട്ട് മാറും? ബാസ്കറ്റ് ബോൾ, ബാസ്കറ്റ് സിമ്പിൾ പ്രസൻ്റ് ആണ്. ബാസ്കറ്റ് ബോൾ പ്രസൻറ്റിലാവുമ്പോൾ ഏത് ഓക്സിലറി ഉപയോഗിക്കുക? നമുക്ക് ഈ ആമോ ഈസോ ആറോ അത് സബ്ജക്റ്റിനനുസരിച്ചിട്ട് മാത്രം ഉപയോഗിക്കുക. ഈസ്, ദെൻ പ്ലേ, പ്ലേഡ്. പ്ലേ എന്താവും? ഈസ് പ്ലേഡ്, പ്ലേഡ് ബൈ us. We ആണല്ലോ, subject is we, so we have to use us. Then next one, the sharks will attack the cage. The sharks will attack the cage. അപ്പം അതിൽ the cage എന്നുള്ളത് ഒബ്ജക്റ്റ് ആണ്, ഷാർക്ക് സബ്ജക്റ്റ് ആണ്, will attack is the verb. Then here are some more examples of verb in the passive voice. അപ്പോൾ ഈ സെൻറ്റൻസ് തന്നെ പാസീവിലേക്ക്, ഈ സെൻറ്റൻസ് അല്ല വേറെ സെൻറ്റൻസ് ആണ്. The mangoes were eaten by Sam. കണ്ടോ? സോറി, ഫസ്റ്റ് തന്ന സെൻറ്റൻസ് എന്തായിരുന്നു? Sam ate the mangoes. ഓക്കെ, അത് ശ്രദ്ധിക്കണം. Sam ate the mangoes. അപ്പോൾ ഇവിടെ ഒബ്ജക്റ്റ് എന്താണ്? മാംഗോസ് എന്നുള്ളതാണ്. മാംഗോസ് ഒബ്ജക്റ്റ്. സാം ate the mangoes. That is the sentence in active voice. So it is the mangoes. The mangoes. It is plural. So after the plural, we can use what? Plural auxiliary. So in in past form we use only what? Two auxiliary, was or where. Mangoes is plural, so we have to use the plural auxiliary verb where. Here the mangoes were eaten by some. അപ്പം നമ്മളത് എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. ഒബ്ജക്റ്റ് നമ്മൾ സബ്ജക്റ്റിൻ്റെ സ്ഥാനത്തേക്ക് മാറ്റി പാസീവിലേക്ക് എഴുതുമ്പോൾ ഒബ്ജക്റ്റിന് ആഫ്റ്റർ ദ ഒബ്ജക്റ്റ് വി ഹാവ് ടു ബി വെരി മച്ച് കെയർഫുൾ അബൌട്ട് ദ ഓക്സിലറി വേർബ് യൂസ്ഡ് ആഫ്റ്റർ ദി ഒബ്ജക്റ്റ്. ഓക്കെ, അല്ലെങ്കിൽ നമുക്കത് തെറ്റിപ്പോവും. ദെൻ ബാസ്കറ്റ്ബോൾ ഈസ് പ്ലേഡ് ബൈ ആസ്. ബാസ്കറ്റ്ബോൾ ആണ് അവിടെ വേർബിൻ്റെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. സബ്ജക്റ്റ് ഈസ് ബീങ് ആക്റ്റഡ് അപ്പോൺ.
then the cage will be attacked by the shark. The cage will be attacked by the shark. അപ്പോൾ ഇവിടെ സബ്ജക്റ്റ് ഓഫ് ദ വേർബിൻ്റെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് കേജ് ആണ്. സബ്ജക്റ്റ് അവിടെ പ്രവർത്തനം ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന എക്സാമ്പിൾ ഇതൊക്കെയാണ്. Then let's see the other example given here. I did not beat him. I did not beat him. ഇനി അതെങ്ങനെ മാറ്റും നോക്കാം. I did not beat him. സോ ഇവിടെ നമുക്ക് സബ്ജക്റ്റ് ഞാൻ അവനെ തല്ലിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഒബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് വരുന്നത് ഹിം ആണ്. ഹിം. അപ്പോൾ ഞാൻ അവനെ തല്ലിയിട്ടില്ല, അത് ആക്റ്റീവ് വോയിസിലാണ്. നമ്മളത് മാറ്റുമ്പോൾ ഐ എന്നുള്ളതാണ് ഇവിടെ സബ്ജക്റ്റ് വരുന്നത്. അത് പാസീവിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ സബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് ഐ എന്നുള്ളതിന് പകരം അവൻ എന്ന് വരണം, ഹി എന്ന് വരണം. അപ്പോൾ ഇവിടെ അവൻ എന്നാൽ തല്ലപ്പെട്ടിട്ടില്ല എന്നാണ് അർത്ഥം വരുന്നത്. അപ്പോൾ ഇവിടെ ഹിം എന്നുള്ളതിന് പകരം നമ്മൾ എന്താക്കി എടുക്കണം, അവിടെ ഹി ആക്കണം. ഓക്കെ, ഹി വാസ്. ഡിഡ് ആണ്, സിമ്പിൾ പാസ്റ്റിലുള്ള സെൻറ്റൻസ് ആണ്. അതുകൊണ്ട് ഓക്സിലറി വേർബ് വാസോ വെയറോ ആണ് യൂസ് ചെയ്യുന്നത്. സോ ഹി വാസ് നോട്ട് ബീറ്റ് എന്തായിട്ട് മാറും, ബീറ്റൻ. ഹി വാസ് നോട്ട് ബീറ്റൻ ബൈ ഐ എന്തായിട്ട് മാറും, മീ ആയിട്ട് മാറും. ഹി വാസ് നോട്ട് ബീറ്റൻ ബൈ മീ. ഓക്കെ, അവിടെ ഹിമ്മാണ് ഒബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത്. അത് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ ഒരു സെൻറ്റൻസ് നമുക്ക് ഹിം വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മളതിൻ്റെ പ്രൊനൗൺ ഫോം ഹി ആണ് ചൂസ് ചെയ്തത്. ഹി വാസ് നോട്ട് ബീറ്റൻ ബൈ മീ. ദെൻ ദ നെക്സ്റ്റ് സെൻറ്റൻസ്, മൈ മദർ ബേക്ക്ഡ് എ കേക്ക് യെസ്റ്റർഡേ. മൈ മദർ ബേക്ക്ഡ് എ കേക്ക് യെസ്റ്റർഡേ. അപ്പോൾ മൈ മദർ എന്നുള്ളത് സബ്ജക്റ്റാണ്, ബേക്ക്ഡ് വേർബാണ്, എ കേക്ക് യെസ്റ്റർഡേ എന്ന് പറയുന്നത് ഒബ്ജക്റ്റാണ്. ഇനി അത് മാറ്റുമ്പോൾ എങ്ങനെ വരും, ഒബ്ജക്റ്റ് ആദ്യം ഇങ്ങോട്ട് എടുക്കുക. എ കേക്ക് ബേക്ക്ഡ് ആണ്. സോ ഇറ്റ് ഈസ് വേർബ് ടു. ബേക്ക്ഡ് എന്ന് പറയുമ്പോൾ വേർബ് ടു ആണ്. അപ്പോൾ വേർബ് ടു ആകുമ്പോൾ നമുക്ക് ഓക്സിലറി വേർബ് യൂസ് ചെയ്തേ പറ്റൂ. അപ്പോൾ എ കേക്ക് വാസ് ബേക്ക്ഡ്. ബേക്ക്ഡ് തന്നെയാണ്, തേർഡ് ഫോമും ബേക്ക്ഡ് ആണ്. എ കേക്ക് വാസ് ബേക്ക്ഡ് ബൈ മൈ മദർ. ഓക്കെ, എ കേക്ക് വാസ് ബേക്ക്ഡ് ബൈ മൈ മദർ എന്നായിട്ട് ചേഞ്ച് ചെയ്തു. സിമ്പിൾ, ദ സെൻറ്റൻസ് ഇസ് ഗിവൺ ഇൻ സിമ്പിൾ പാസ്റ്റ്. The next one, it's very simple. He ate the apples. ആകെ കൺഫ്യൂഷൻ ആക്കാനൊന്നുമില്ല. ഹി സബ്ജക്റ്റ്, എയ്റ്റ് വേർബ്, ആപ്പിൾസ് ഒബ്ജക്റ്റ്. അപ്പോൾ ദ ആപ്പിൾസ് ആണ്, നോട്ട് വൺ ആപ്പിൾ, ആപ്പിൾസ് പ്ലൂരൽ. സോ ആഫ്റ്റർ ആപ്പിൾ പ്ലൂരൽ വേർബ്, ദ ആപ്പിൾസ്. എയ്റ്റ് ആണല്ലോ കൊടുത്തിരിക്കുന്നത്, പാസ്റ്റ് ആണ്. എയ്റ്റ് എന്ന് പറയും എയ്റ്റ്. ഇപ്പോൾ പാസ്റ്റ് ആണ്. അപ്പോൾ വെയർ ദ ആപ്പിൾസ് വെയർ ഈറ്റൻ ബൈ ഹി അല്ലേ. അപ്പോൾ ഹി എന്തായിട്ട് മാറും, ഹിം ആയിട്ട് മാറും. ഹി ചേഞ്ചസ് ടു ഹിം. ഓക്കെ, ദെൻ the thief has been caught by the police. Okay, the thief has been caught by the police. Okay, you got the point. Here the sentence is not in active voice. Okay, just see the difference. നമുക്ക് തന്നിരിക്കുന്ന സെൻറ്റൻസ് ആക്റ്റീവ് വോയിസിലല്ല. We have to, the sentence is in passive voice and we have to change the sentence into ചേഞ്ച് ഇൻറ്റു ആക്റ്റീവ് ഫോമിലോട്ട് മാറ്റണം. അപ്പോൾ ഈ ബൈ കണ്ടതുകൊണ്ട് തന്നെ നമുക്കത് മനസ്സിലായത് പാസീവ് ഫോമിലാണ്. അപ്പോൾ ഇവിടെ
ദ തീഫ് എന്നുള്ളത് പാസീവിലായതുകൊണ്ട് ദ തീഫ് എന്നുള്ളത് ഒബ്ജക്റ്റിൻ്റെ സ്ഥാനത്തായിരിക്കുമല്ലോ, ഒരു ഡൗട്ടും ഇല്ല. ദ തീഫ് ഹാസ് ബീൻ കോട്ട് ബൈ ദ പോലീസ്. അപ്പം നമ്മുടെ സബ്ജക്റ്റ് ആരായിരിക്കും? ദ പോലീസ്. സബ്ജക്റ്റ് ആരാണ്? പോലീസാണല്ലോ. ദ പോലീസ്. ഇവിടെ ഹാസ് ബീൻ അവിടെ ചേർക്കണമെങ്കിൽ നമുക്ക് ആക്റ്റീവ് വോയിസിൽ ഏത് മാത്രം വന്നിട്ടുണ്ടാവണം? ഹാസ് വന്നിട്ടുണ്ടാവണം. ദ പോലീസ് ഹാസ്. പിന്നെ എങ്ങനെയായാലും V3 ഫോം തന്നെയാണ് വരുന്നത്. ക്യാച്ച്, കോട്ട്. ദ പോലീസ് ഹാസ് കോട്ട് ദ തീഫ്. ദ പോലീസ് ഹാസ് ഗോട്ട് ദി തീഫ്. ദ പോലീസ് ഹാസ് ഗോട്ട് ദി തീഫ്. ദറ്റ് ഈസ് ദി ആൻസർ. The next one, the cat was being chased by the dog. The cat was being chased by the dog. Again, ഇത് ഒബ്ജക്റ്റ്, വേർബ്, then സബ്ജക്റ്റ്, അങ്ങനെയാണ് വരുന്നത്. നമുക്ക് നോക്കാം. The dog was cat was being chased by the dog. So the cat ഡോഗിനാൽ ചേസ് ചെയ്യപ്പെട്ടു എന്നാണ്. അപ്പോൾ the dog was being എന്ന് വരണമെങ്കിൽ വെർബിൽ ing ഉണ്ടായിരിക്കണമല്ലോ. The dog was chasing. The dog was chasing. CHASING. The dog was chasing the cat. The dog was chasing the cat. ഡോഗ് ക്യാറ്റിനെ ചേസ് ചെയ്യുകയായിരുന്നു. പാസീവിലേക്ക് നമ്മൾ ആക്റ്റീവ് സെൻറ്റൻസിലോട്ട് മാറ്റി. Then next one, the viva has been conducted by the teacher. The viva has been conducted by the teacher. Anyway, let's see. Here again by ഇവിടെ ഉണ്ട്. So it means that the sentence is in passive form. Okay. അപ്പോൾ സബ്ജക്റ്റ്, ഒബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് ഏത് വരുന്നു? ഇതങ്ങോട്ടും ഇങ്ങോട്ടും ഈ ബൈ കണ്ടു കഴിഞ്ഞാൽ നമ്മളത് മനസ്സിലാക്കുക. ദറ്റ് സെൻറ്റൻസ് ഇസ് ഇൻ പാസീവ് ഫോം. അപ്പം നേരെ എന്ത് ചെയ്യുക? അവിടുത്തെ സെൻറ്റൻസിന് ശേഷം വരുന്ന വേർബ് എടുത്തിട്ട് ഡയറക്റ്റായിട്ട് മുൻപിൽ പ്ലേസ് ചെയ്യുക. അപ്പോൾ ദ വൈവ ഹാസ് ബീൻ കണ്ടക്റ്റഡ് ബൈ ദി ടീച്ചർ. അപ്പോൾ ദ ടീച്ചർ ആരായിട്ട് മാറും? ദ ടീച്ചർ TACHER. The teacher has conducted. ബീനെ നമ്മൾ പാസീവിലാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഹാസ് conducted by the teacher has conducted the viva. ടീച്ചറെ വൈവ കണ്ടെത്തി എന്നാണ് പറയുന്നത്. ടീച്ചർ ഹാസ് കണ്ടക്റ്റഡ് ദി വൈവ. ഓക്കെ. Then next point, the incident will never be forgotten by me. The incident will never be forgotten by me. Again the sentence is in passive form. Okay, let's see. Me അവിടെ ഉണ്ടല്ലോ. അപ്പോൾ മീ ഉണ്ടെങ്കിൽ അവിടെ ഐ വന്നിട്ടായിരിക്കും അത് മീ ആക്കിയിട്ട് നമ്മൾ മാറ്റിയിട്ടുണ്ടാവുക. അപ്പോൾ അതങ്ങനെ വരും. ഐ വിൽ never be forgotten. I will never be ഇവിടെ forgotten ഓൾറെഡി തന്നു. നമ്മൾ ആക്റ്റീവിലോട്ടാണ് മാറ്റുന്നത്. I will never. അപ്പോൾ ബിയുടെ ആവശ്യം വരുന്നില്ല. I
ബിയുടെ ആവശ്യം അവിടെ വരുന്നില്ല. ഐ വിൽ നെവർ forget forget കാരണം വില്ലിന് ശേഷം വന്നാൽ നമ്മൾ വേർബ് വേണം. ഐ വിൽ നെവർ forget the incident. I will never forget the incident. സോ അപ്പോൾ ഇത്രയും 3-4 ചെയ്ത് തന്നിരിക്കുന്ന സെൻറ്റൻസിലൊരു 3-4 സെൻറ്റൻസ് എന്തായിരുന്നു? പാസീവ് സെൻറ്റൻസ് ആയിരുന്നു. ഇനി നമുക്ക് അടുത്തത് മാറ്റാനുള്ളത് ആക്റ്റീവിലുള്ള സെൻറ്റൻസ് ആണ്. ഷീ ഹെയ്റ്റ്സ് മീ. ദാറ്റ് ഈസ് ദ സെൻറ്റൻസ്. ഷീ ഹെയ്റ്റ്സ് മീ. ഷീ എന്നുള്ളത് ഷീയാണ് അവിടെ സബ്ജക്റ്റ്. ദെൻ ഹെയ്റ്റ് verb, then me object. ഇനി ഇത് മാറ്റുമ്പോൾ വരുന്നത് ഷീ ഹെയ്റ്റ്സ് മീ ആണല്ലോ. മീ ആണ് അവിടെ ഒബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത്. അപ്പോൾ ഒബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് മീ ആയതുകൊണ്ട് അത് നമ്മൾ എന്താക്കി മാറ്റും? ഐ ആക്കിയിട്ട് മാറ്റും. ഐ വാസ് ഹെയ്റ്റ്സ് എന്ന് പറയുന്നത് പ്രസൻറ്റ് ടെൻസ് ആണ്. അപ്പോൾ നമുക്ക് പ്രസൻറ്റ് ടെൻസ് തന്നെ ഉപയോഗിക്കാം. ഐ വാസ് hated by hated by she എന്തായിട്ട് മാറും? her. I was hated by her. That is the sentence. Then next one, I visited London last year. ഇത് മാറ്റുമ്പോൾ എങ്ങനെ വരും? I had been visited London. last year. ഇതാണ് ഇതിൻ്റെ ഫോം എന്ന് പറയുന്നത്, സ്ട്രക്ചർ. അപ്പോൾ നമ്മൾ ടെക്സ്റ്റിൽ തന്നിട്ടുള്ള ആക്ടിവിറ്റീസും തന്നു. അപ്പോൾ ഒന്നുകൂടെ സമ്മറൈസ് ചെയ്യാം ഇത്രയും പറഞ്ഞ കാര്യം. ആക്റ്റീവ് വോയിസ് നമ്മൾ നോർമൽ ടോക്കിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ആക്റ്റീവ് വോയിസ് ആണ്. ആക്റ്റീവ് വോയിസ് ബിഗിൻസ് വിത്ത് എ സബ്ജക്റ്റ്. ദ ആക്ഷൻ ഓഫ് ദ വേർബ് ഇസ് ഡൂയിങ് the subject. In passive voice, the sentence begins with the object. That means when we convert a active sentence into passive voice, the position of the subject and object interchanges. Okay, രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നു. അതിനനുസരിച്ച് we change the pronoun to, okay, I change into me, you again same, he changes into him, and she changes to her. Then they change to them, we change to us. ഇങ്ങനെയുള്ള ചേഞ്ചസ് വരുന്നു. അതുപോലെ തന്നെ സെൻറ്റൻസിലെ ടെൻസിൻ്റെ കേസിൽ വരികയാണെങ്കിൽ സിമ്പിൾ പ്രസൻ്റ് ആണ്. സിമ്പിൾ പ്രസൻറ്റിൽ നമുക്കറിയാം we use only verb 1. In verb 1 we use es form of verb. Okay, when we change an active sentence to simple sentence from simple present to passive, വരുന്ന മാറ്റം എന്താണ്? ഫസ്റ്റ് ഒബ്ജക്റ്റ് യൂസ് ചെയ്യും. അതിനുശേഷം ഒബ്ജക്റ്റിനനുസരിച്ചിട്ട് ഓക്സിലറി വേർബ്
സിംഗുലർ ആണെങ്കിൽ ഒബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ സിംഗുലർ അവിടെ ഉപയോഗിക്കും, പ്ലൂരൽ ആണെങ്കിൽ പ്ലൂരൽ വേർബ് യൂസ് ചെയ്യും. പിന്നെ സിമ്പിൾ പ്രസൻറ്റിലായതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് മാറ്റുമ്പോൾ ഓക്സിലറി വേർബ് യൂസ് ചെയ്യണം. ഈസോ ആമോ ആറോ. സിംഗുലർ ആണെങ്കിൽ ഈസ് ഉപയോഗിക്കുക, ഐ ആണെങ്കിൽ ആം യൂസ് ചെയ്യുന്നു, പിന്നെ പ്ലൂരൽ ആണെങ്കിൽ ആറ് യൂസ് ചെയ്യുന്നു. Then after that V3, only V3 form of verb used in all 8 forms. Simple present, present continuous, present perfect, simple past, past continuous, past perfect, simple future, future perfect. Only these 8 tense form have got what passive form. ദെൻ അതുപോലെ തന്നെ പ്രസൻറ്റ് കണ്ടിന്യൂസ് എന്ന് പറയുമ്പം അതിൽ ING ഫോം വരുന്നുണ്ട്. ING ഫോം വേർബ് ING ഫോം നമ്മൾ പാസീവിലേക്ക് മാറ്റുമ്പോൾ അവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? ബീയിങ് എന്ന് പറയുന്ന അഡീഷണൽ ഒരു വേർഡ് യൂസ് ചെയ്യണം. ഓക്സിലറി വേർബിന് ശേഷം വി യൂസ് ബീയിങ് ആൻഡ് പ്ലസ് V3 മാത്രമേ യൂസ് ചെയ്യുള്ളൂ. അതുപോലെ പ്രസൻറ്റ് പെർഫെക്റ്റിൽ ഹാസോ ഹാവോ ആയിരിക്കും ഉണ്ടാവുന്നത്. ഹാസിൻ്റെ കൂടെ ബീൻ ചേർക്കുക, ഹാവിൻ്റെയും കൂടെ ബീൻ ചേർക്കുക. ആൻഡ് V3 ഹാസ് ബീൻ, ഹാവ് ബീൻ പ്ലസ് V3 ഫോം മാത്രം യൂസ് ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് വരുന്ന പോയിൻ്റ്, നമ്മൾ ഫ്യൂച്ചറിലേക്ക് കിടക്കുമ്പോൾ വില്ല് ഓക്സിലറി വേർബായിട്ടുള്ള വില്ല് യൂസ് ചെയ്യും. അത് നമ്മളവിടെ ചേഞ്ച് ചെയ്യുന്നില്ല. വില്ല് അതുപോലെ എടുത്തെഴുതുന്നു. സിമ്പിൾ ഫ്യൂച്ചറിൽ വില്ലിൻ്റെ കൂടെ വിൽ പ്ലസ് ബി പ്ലസ് V3. ഓക്കെ. ദെൻ ഇനി ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിലേക്കാണ് മാറ്റുന്നതെങ്കിൽ സബ്ജക്റ്റ് പ്ലസ് വിൽ പ്ലസ് ഹാവ് പ്ലസ് V3 plus object. This is the active sentence form. But when we change into passive, subject plus will plus have plus been. Have to use been plus V3. Okay. ഇത്രയും കാര്യങ്ങളാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് ഇൻ ഷോർട്ട് ആക്റ്റീവ് വോയിസും പാസീവ് വോയിസ് എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടാണ്, ടെക്സ്റ്റിൽ വളരെ ഷോർട്ടായിട്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാതെ എന്താണ് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ മാത്രം കൊടുത്തു, പിന്നെ കുറച്ച് എക്സാമ്പിളും തന്നു. അപ്പോൾ എക്സാമ്പിൾ നമ്മൾ ചെയ്ത് നോക്കണമെങ്കിൽ ആദ്യം ഓരോ ടെൻസിനും വരുന്ന ചേഞ്ചസ് അറിയണം. അതുകൊണ്ടാണ് ഞാൻ അത്രയും ടെൻസ് ഫോമിൻ്റെ ചേഞ്ചസ് തരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ടേബിൾ തന്നത്. അത് ഒന്നുകൂടെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്ത് നോക്കുക, 2-3 സെൻറ്റൻസ് നിങ്ങൾ സ്വയം ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് സ്വയം ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ ഓരോ സെൻറ്റൻസും ഓരോ ടെൻസിലെയും ആ സെയിം സെൻറ്റൻസ് തന്നെ ചേഞ്ചസ് ഇൻറ്റു അതർ 8 ടെൻസ് ഫോംസ്. എന്നിട്ട് ദാറ്റ് സെൻറ്റൻസ് ചേഞ്ച് ഇൻറ്റു പാസീവ് ഫോം. അങ്ങനൊരു 2-3 ഡിഫറെൻറ്റ് എക്സാമ്പിൾസ് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ പിന്നെ സ്വയം നമുക്ക് ആക്റ്റീവും പാസീവും സ്വയം ഏത് സെൻറ്റൻസ് കണ്ടാലും നമുക്കത് ചെയ്യാൻ പറ്റും. ഈ 2 കാര്യങ്ങളാണ് ഓർത്തിരിക്കേണ്ട കാര്യം. ഒന്ന് ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് സബ്ജക്റ്റ്. ഓക്കെ, what object is the position of subject, that is the main thing. പിന്നെ യൂസ് ഓൺലി V3 ഫോം. പിന്നെ സിമ്പിൾ പ്രസൻ്റ് ആണ് മാറ്റുന്നതെങ്കിൽ ഈസോ ആമോ ആറോ യൂസ് ചെയ്യുന്നു. സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ വാസോ വേറോ യൂസ് ചെയ്യുന്നു. ദാറ്റ് ടു ഡിപ്പെൻഡ്സ് ഓൺ ദി സബ്ജക്റ്റ്. ഇനി ഹാസും ഹാവും ഹാഡും വരുമ്പോൾ അതിൻ്റെ കൂടെ ബീൻ അഡീഷണലി ചേർക്കുന്നു പ്ലസ് V3. ദെൻ വിൽ ഹാവ് വരുമ്പോൾ വിൽ പ്ലസ് ബി, അതുപോലെ വിൽ പ്ലസ് ഹാവ് പ്ലസ് ബീൻ പ്ലസ് V3. ഇത്രയും കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ ഇപ്പോൾ ഇതിൽ ഓർത്ത് വെക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. അപ്പോൾ ഈ ചാപ്റ്ററിലെ നമ്മളിപ്പോൾ ബേസിക് സെൻറ്റൻസ് ടൈപ്സ് കംപ്ലീറ്റ് 4 സെൻറ്റൻസ് ടൈപ്പ് എടുത്തു. ആ സെൻറ്റൻസ് ടൈപ്പ് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാമെന്നോ അതിൻ്റെ പങ്ക്ച്വേഷൻ മാർക്കും പറഞ്ഞു. പിന്നെ ക്വസ്റ്റ്യൻ ടൈപ്പുകൾ പറഞ്ഞു. ആൻഡ് ക്വസ്റ്റ്യൻ ടൈപ്പ് എടുക്കുന്നതിൻ്റെ ഇടയിൽ ക്വസ്റ്റ്യൻ ടാഗ് എന്താണെന്ന് ഡിസ്കസ് ചെയ്തു. ആൻഡ് ദെൻ പിന്നീട് റിപ്പോർട്ടഡ് സ്പീച്ച്, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച് വിത്ത് ടെൻസ്. നമ്മൾ ടെൻസ് അടക്കം ഓരോ ടെൻസിലും വരുന്ന ചേഞ്ചസ്
ടൈം റെഫറൻസിൽ വരുന്ന ചേഞ്ച്, പ്രനൗണിൽ വരുന്ന ചേഞ്ചസ്, ഇങ്ങനെ ഓരോ മൈന്യൂട്ടായിട്ടുള്ള ചേഞ്ചസും വരെ നമ്മൾ ഡിസ്കസ് ചെയ്തു ഡീറ്റെയിൽ ആയിട്ട്. ഇനി ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും ഫിനിഷ് ചെയ്തു. ഇനി ഐ തിങ്ക് സം മോർ പോർഷൻസ് ആർ റിമൈനിങ്, ഡിറ്റർമിനേഴ്സ്, മോഡിഫയേഴ്സ്, അങ്ങനെ ഒരു 2-3 ടോപ്പിക്കും കൂടെ ഈ ഒരു ചാപ്റ്ററിൽ വരുന്നുണ്ട്. ദെൻ അതോടെ കംപ്ലീറ്റ് ചെയ്താൽ നമ്മൾ പേപ്പർ വാട്ടർ റെമഡിയൽ ഗ്രാമർ പേപ്പർ ഫിനിഷ് ചെയ്യും. അപ്പോൾ ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും നന്നായിട്ടൊന്ന് നോക്കുക. 1-2 തവണ വീഡിയോ കാണുക. ആക്ടിവിറ്റീസ് ടെക്സ്റ്റിൽ തന്നത് സ്വയം ഇത് നോക്കി എഴുതി വെക്കാതെ വീഡിയോ കണ്ടതിന് ശേഷം യു ഡു ഇറ്റ് യുവർ ഓൺ ഫോർ ചെക്കിങ് യുവർ പ്രോഗ്രസ്. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഈ ഒരു ടോപ്പിക്കോടെ നിർത്തുകയാണ്. ഇനി we will meet in the next class with another topic. I think that is determiner. So prepare well, study well, prepare well for your exam. And thank you all.